ഞാനൊക്കെ ഈ ചോദ്യം ചെയ്യുന്ന എല്ലാവരും പറയും പെൺകുട്ടികൾക്ക് എല്ലായിടത്തും അത് സിനിമയെന്നല്ല. ഇത് ചില ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ഇത് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാം. ഇതൊക്കെ ഒരു അനുഭവമില്ലാത്ത വരുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ഇതാണ് അന്ന് നമ്മളോടൊക്കെ ഇങ്ങനത്തെ ഒതുക്കില്ലേ. കാരണം ആരോട് വെച്ചാൽ അവർ പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ഈ ജസ്റ്റ് വളരെ നല്ലതാണെന്നൊക്കെ പറയും. ഞാൻ ചെയ്ത എല്ലാ സിനിമയിലും ആൾക്കാരും മോശം ഒരിക്കലും പറയാം. അതിൽ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സൈഡ് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇക്കടുത്തൊരു മണ്ടത്തരമായിരുന്നു. എനിക്ക് സിനിമകൾ കണ്ടിട്ടാണ് അസുഖം, അല്ലാണ്ട് ഇനാഗ്രേഷൻ ചെയ്തത് കൊണ്ടോ ഓർഡറിലുള്ള ഞാനല്ലേ ഇപ്പൊ നല്ലത്, അല്ലെങ്കിൽ മൊയ്തീനിലുള്ള ഞാനല്ലേ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറും. ഉള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നവരൊക്കെ നമുക്കൊന്നും അറിയില്ല. ഞാൻ ഒട്ടും സീരിയസ് അല്ലാതെ അഭിനയത്തിനെ പറ്റി എന്താണെന്ന് അറിയത്തില്ല. ആൾക്കാർ പറയും അറിയാലോ, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇത്തിരി ഒന്ന് കൂടിയാൽ മതി, അതടിച്ചു, മെലിഞ്ഞു, അല്ലെങ്കിൽ മുടി പോയി, മുടി കുറഞ്ഞു, എല്ലാ കമന്റ്സും നമുക്ക് ലൈവായിട്ട് ഒന്നും മെയിൻ ചെയ്യാറില്ല. ആവശ്യമുള്ളതൊക്കെ എടുക്കുക, അനാവശ്യമായിട്ടുള്ളത് റിജക്ട് ചെയ്യുക, ബ്ലോക്ക്. ഇതൊക്കെ ഒരു മാനസികമായിട്ടാണ് ഞാൻ കിടക്കുന്നത്. ബാല ഭയങ്കര, അതായത് മാനസാര ഇല്ലെന്നുള്ളൂ, മാനസാര പോകുന്നത് ബാല ഭയങ്കര ഡെവലപ്മെന്റ് പോയിരിക്കുന്നു. പല കുറ്റം പറയാൻ പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്റെ സെലക്ഷൻ കുറച്ച് മോശമായി. കല്യാണത്തിൽ ആ സമയത്ത് അല്ലെ ഇപ്പോഴെല്ലാം കൂടെ ഇവളുടെ ഓരോ സീനാണെങ്കിലും ചെയ്തിട്ടില്ല. അന്ന് ഹീറോയിൻസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ചിലപ്പോൾ ചെയ്യുന്ന ക്യാരക്ടറോ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ഒക്കെ ആവും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് മാറേണ്ടി വരും. പക്ഷെ കാരണം എനിക്കൊന്ന് അവിടെ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആണ്. സൗഹൃദമായി കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അല്ലാതെ പറയുന്നത് വ്യത്യാസം. അത് പൊതുവെ പെണ്ണുങ്ങള് മര്യാദ ഫസ്റ്റ് ഒരു വേർഡും കണ്ടുപിടിച്ചിട്ടുണ്ട് ബംഗാളിയുടെ. അതൊക്കെ ഒരു മര്യാദ ഇല്ലായ്മല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ തന്നെ ഇതിന്റെ താഴെ 10 കപ്പ് പോയി. ഓ പിന്നെ അതൊക്കെ മര്യാദ കൊടുത്ത നമ്മളാരും അവളാണ് കൂടെ ഇല്ലാതിരിക്കുന്ന ഇന്റർവ്യൂ. ഇതിനടുത്ത് സംസാരിക്കുന്ന മാത്രമല്ല തോന്നുന്നു കാണിച്ചു. അതെ എന്റെ ശരീരം ഞാൻ കാണിക്കും, നിനക്ക് എന്താ അത്രേ മാത്രമുള്ളൂ. എന്നാലും ഇന്റർവ്യൂ കഴിഞ്ഞ് ഭയങ്കര കിടക്കും പറയണ്ട. അങ്ങനത്തെ കമന്റ്സ് വരുമ്പോ ഒരാളിനോടാണല്ലോ പെണ്ണോടാണോ എനിക്ക് വരുന്നില്ല. പിന്നെ അത് കണ്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ടുണ്ട്. അത്രയുള്ളൂ. ഹലോ നമസ്കാരം, വെൽക്കം ടു പി സ്ക്വയർ മീഡിയ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാളത്തിൻ്റെ സ്വന്തം ഹണി റോസ്. പക്ഷെ ആ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല, നമ്മൾ അറിയുന്ന വൈഗ റോസ്. സ്വന്തം പേരായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കും. എങ്ങനെയാണ് ഹണി റോസിൽ നിന്ന് വൈഗ റോസ്? ഹണി എനിക്ക് മുമ്പ് ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ ആ സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈയിടെയാണ് ഈ പേരൊക്കെ വെച്ച ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയത്. ഇതുവരെ ഈ പേരൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ അത് എനിക്ക് എപ്പോഴും അറിയാം ഇതൊരു കൺഫ്യൂഷൻ ആകുന്നത്. എനിക്കിപ്പോഴും മൈ ഫേവറേറ്റ് നമ്മുടെ സ്വന്തം പേരല്ലേ എപ്പോഴും ഇഷ്ടം. അത് വലിയ പണിയൊന്നുമില്ലായിരുന്നു. ഒരു 10 പേരെടുത്തു. ആ സമയത്ത് ഇല്ലാത്ത ആൾക്കാരെ നോക്കിയിട്ട് ഒരു പേര് അത്ര ഉണ്ടായിരുന്നു. ഹണി റോസിനെ പറ്റി പറഞ്ഞോണ്ട് ചോദിക്കാം. ഹണി റോസിനോട് ഇപ്പൊ ഹണി റോസ് ഇങ്ങനെ എന്താ പറയുക തിളങ്ങി നിൽക്കുവാണ്. ഇന്റർവ്യൂ കൊടുക്കുന്നു, ഇനാഗ്രേഷൻ ചെയ്യുന്നു. എപ്പോഴെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? അസൂയ തോന്നിയിട്ടുണ്ടോ ചോദിച്ചാൽ അങ്ങനെ അസൂയ തോന്നിയിട്ടില്ല. എനിക്ക് സിനിമകൾ കണ്ടിട്ടാണ് അസൂയ തോന്നുന്നത്, അല്ലാണ്ട് ഇനാഗ്രേഷൻ ചെയ്തത് കൊണ്ടോ അങ്ങനെയല്ലോ. നമ്മൾ പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യും. ഞാൻ അതിനോടൊരു ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല. പുള്ളിക്കാർ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അല്ലാതെ ഭയങ്കര ജാടുള്ളൊരു ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇതിനകത്ത് പറഞ്ഞു എൻ്റെ പേരും ഹണി എന്നാണ് ആണോ എന്ന് ചോദിച്ചു. ശരി ഓക്കെ. പിന്നെ ഒരു നാട്ടുകാരാണ്, പുള്ളിക്കാരി തൊടുപുഴയല്ലേ, ഞാൻ പാലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അസുഖം ഇല്ല. എനിക്ക് തോന്നുന്നു എനിക്കും മേക്ക് ഓവറൊക്കെ വന്നിട്ടുണ്ട്. അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല ഓർഡിനറിയിലുള്ള ഞാനല്ലേ ഇപ്പൊ ഞാനുള്ളത്, അല്ലെങ്കിൽ മൊയ്തീനിലുള്ള ഞാനല്ലേ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറും. പിന്നെ വയസ്സ് കൂടുന്നവർ മാറുമല്ലോ. ഇല്ല ഭംഗി കൂടുന്നല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഇൻഡസ്ട്രിയിൽ വരുന്നതിനെ നമുക്കൊന്നും അറിയില്ല.
ഞാൻ ഒട്ടും സീരിയസ് അല്ലാതെ അഭിനയത്തിനെ പറ്റി എന്താണെന്ന് അറിയത്തില്ല, ആൾക്കാർ പറയും. പക്ഷേ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല. അപ്പം നമ്മൾ ആ സമയത്തൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ സൺസ്ക്രീൻ തേക്കില്ല, അല്ലെങ്കിൽ കുട പിടിക്കില്ല, അസിസ്റ്റൻറ്റോ അങ്ങനെയൊന്നുമില്ല, അത്ര അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ബോഡിയാണ് നമ്മൾ മെയിനായിട്ടുള്ള അസറ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് തേക്കരാൻ തുടങ്ങി. എനിക്ക് അപ്പോഴും കളറുണ്ട്, ഇപ്പോഴും ഒരേ കളറാണ്. പക്ഷേ ഇപ്പം ഞാൻ വെയിലത്ത് പോകാൻ നോക്കും, സൺസ്ക്രീൻ ഇടും, അല്ലെങ്കിൽ തിരിച്ച് വന്ന് ടാൻ ആയാൽ തൈര് തേക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ആവും. പണ്ട് മെയിൻ്റെനൻസ് ഒന്നുമില്ല, പോട്ടെ കളറല്ലേ. പിന്നെ ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് തന്നെ കുറച്ച് തടി കൂടുമ്പോൾ അയ്യോ പിന്നെ എല്ലാവരും ഇപ്പോൾ അറിയാമല്ലോ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഇത്തിരി ഒന്ന് കൂടിയാൽ മതി, തടിച്ചു, മെലിഞ്ഞു, അല്ലെങ്കിൽ മുടി പോയി, മുടി കുറഞ്ഞു, എല്ലാ കമൻസും നമുക്ക് ലൈവായിട്ട്. അപ്പം അതിനനുസരിച്ച് കുറച്ച് അപ്ഡേറ്റ് ചിലതൊന്നും മെയിൻ ചെയ്യാറില്ല. ആവശ്യമുള്ളതൊക്കെ എടുക്കുക, അനാവശ്യമായിട്ടുള്ളത് റിജക്ട് ചെയ്യുക, ബ്ലോക്ക് സോഷ്യൽ മീഡിയ. ഇപ്പോഴത്തത് അങ്ങനെയായി മാറി. ഞാനൊരു പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ കുറച്ച് നമ്മുടെ മെച്യൂരിറ്റി ചിലപ്പോൾ കൂടും. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിപ്ലൈ വരും, പിന്നെ അതിന് റിയാക്ട് ചെയ്യാൻ പോകണം, അതിൻ്റെ താഴെ വേറൊരു 15 പേര് റിയാക്ട് ചെയ്യും. ഇതൊക്കെ കൂടിയായിട്ട് എനിക്ക് തോന്നി ഇപ്പോഴത്തെ ഈസി ആയിട്ടുള്ള സാധനം. എനിക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി വരുന്ന ആൾക്കാർ അതൊക്കെ ഒരു മാനസിക രോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇല്ല, അത് ഡോക്ടറെ കാണാം, പക്ഷെ അത് നമ്മളെല്ലാം കാണിക്കേണ്ടത് അവരുടെ വീട്ടുകാരല്ലേ. അതുകൊണ്ട് അതൊക്കെ പോയി വിട്ടു. ഈ പാലയെ പറ്റി പറഞ്ഞു, പാല ഇപ്പോഴും ഒരു സ്മോൾ ടൗൺ എന്ന് പറയല്ലേ? പാല ഭയങ്കര അതായത് മാനസാറ് ഇല്ലെന്നുള്ളൂ. മാനസാറ് പോകുമ്പോൾ പാല ഭയങ്കര ഡെവലപ്പായിട്ട് തന്നെ പോയിരിക്കുന്നത്. ഞാൻ തന്നെ പോകുമ്പോ ഞാൻ വീട്ടുകാരനാണ്, അപ്പൊ എനിക്ക് പാല അറിയാം. ഞാൻ പറഞ്ഞ പാല സ്റ്റൈൽ ഡെവലപ്പ്, റോഡ്സ് ഒക്കെ ഭയങ്കര ഡെവലപ്പ്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, നമ്മളൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മോൾ ടൗൺ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ ഈ പാലയിൽ നിന്ന് വൈകി വരുന്നു, എങ്ങനെയാണ് ഒരു ബിഗിനിങ്? അതായത് നമുക്ക് ഇൻഡസ്ട്രിയിൽ സ്റ്റാർട്ട് കിട്ടണം എന്ന് ആളുകൾ ഒത്തിരി പേര് അല്ല, അത് ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് വരും കാണാൻ. ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ തൊട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ ലാലേട്ടൻ വന്നിറങ്ങിയിട്ട് ആരാധനമൊത്ത് കാണാൻ പോയതാണ്. അങ്ങനെയാണ് സിനിമയിൽ ഫസ്റ്റ് സിനിമ അലക്സാണ്ടർ എന്താ ചെയ്തതെന്ന് എനിക്കൊരു ഐഡിയ കേട്ടോ. എന്നോട് എന്തോ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, തിരിച്ചു പോകുന്നത്. ഫസ്റ്റ് ഷോട്ട് തന്നെ ലാലേട്ടൻ്റെ കൂടെയാണ്. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യ സിനിമ അതൊരു എക്സ്പീരിയൻസ് അല്ല, അത് റൊമാൻറ്റിക്. പക്ഷെ പേടിയായിരുന്നു കേട്ടോ, ഉറപ്പായിട്ടും അല്ലേ. അന്ന് ഞാൻ ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു സ്കൂളിൽ, പക്ഷെ അല്ലാണ്ട് അഭിനയമൊന്നും ചെയ്തിട്ടില്ല. നമുക്കൊരാൾ കളിക്കുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ പോകും. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരിക്കലും വിചാരിച്ചില്ല രാജായിരിക്കും ഫസ്റ്റ് പോയി കൈകാലം നിറച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുട്ടനെ ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ്. അത് നടക്കുന്ന സീനായിരുന്നു, നടക്കാൻ പറ്റണ്ടേ. അല്ല, ഫസ്റ്റ് ചിത്രമേ ഉള്ളൂ, പേരെന്താന്ന് ചോദിക്കുന്നത് ലക്ഷ്മി എന്താന്ന് പറയാം. അത് കഴിഞ്ഞ് പോകാം. അകത്തമായിട്ട് എനിക്ക് തലകറക്കമായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് സ്മൂത്തായിട്ട് പോയി. പിന്നെ അത് സീരിയസ് ആയിട്ട് പ്രൊഫഷനായിട്ട് എടുത്തില്ല. തിരിച്ചു വന്നിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ. പിന്നെയാണ് ഓർഡിനറി വരുമ്പോഴും ഇതുപോലെ നമ്മൾ മീറ്റിങ്ങും സിനിമ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ സെലക്ഷൻ കുറച്ച് മോശമായിരുന്നു. നമുക്കറിയില്ല, വീട്ടിൽ പറഞ്ഞു തരാൻ ആരുമില്ല. കുറച്ച് സിനിമ വരുന്നു, ആ സമയത്ത് ഡേറ്റ് ഉണ്ട്, കഥ കേൾക്കുന്നു, പോയി ചെയ്യുന്നു. ചിലതൊക്കെ ഇപ്പം ആലോചിക്കില്ല ചാടിച്ചാ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതും എക്സ്പീരിയൻസ്. നമ്മുടെ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് അഭിനയിക്കാൻ നമ്മൾ സ്കൂളിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല. ഓരോ സിനിമ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നത്. സംസാരിച്ചായിരുന്നു. എന്താ പോലെ വിശേഷം എന്നൊക്കെ പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കും. എനിക്ക് തോന്നുന്നു ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന തുല്യമായ തുടക്കമാണ് അല്ലെ? ഇന്ന് നിന്റെ കൊയ്തി അല്ലെ? അത് കഴിഞ്ഞ് ഞാനങ്ങനെ പലർക്കും അറിയില്ല. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ആ സമയത്ത് അല്ല, ഇപ്പോഴുള്ള എല്ലാ ടോപ്പ് ഹീറോസിൻ്റെ കൂടെ ഇവളുടെ ഓരോ സീനാണെങ്കിലും ചെയ്തിട്ടില്ല. ഇപ്പോൾ കലേശനാണെങ്കിലും മനോജറിന് അവാർഡ് ചെയ്ത സിനിമയാണ്, മുകേഷ് ഏട്ടനോടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് എന്താ വെച്ചാൽ ഓഫ് ബീറ്റ്, ചിലത് ഓഫ് ബീറ്റ് ആയിപ്പോയി. അപ്പം ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പോൾ കളേശൻ എത്ര പേര് ഇപ്പോൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടില്ല. പക്ഷെ നല്ല സിനിമയാണ്, നല്ല സോങ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു തുടക്കം പക്ഷെ അത് കഴിഞ്ഞൊരു ബ്രേക്ക് വന്നു അല്ലേ? അപ്പം
14 ഇയേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണ് അവർ ബ്രേക്ക് തന്നത്? മനഃപൂർവ്വം എടുത്താണോ അതോ എന്തെങ്കിലും ഫിക്സ്ഡ് ആണോ റീസൺസ് ഉണ്ടോ? അല്ല, റീസൺ മനഃപൂർവ്വം എടുത്തത് ബ്രേക്ക് സിനിമ വേണ്ടാന്ന് വെച്ചതിൻ്റെ അടുത്താണ്. പിന്നെ കുറച്ച് പേഴ്സണൽ റീസൺസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, ഇമോഷണലി ഡൗൺ ആയ സന്ദർഭങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമുക്ക് തോന്നില്ല, നമുക്ക് ജീവിതത്തിലൊന്നും വേണ്ട, ഇതൊന്നും ഇനി ആവശ്യമില്ല. ഫിലോസഫിക്കൽ ഡിപ്രസീവ് എന്നൊക്കെ ആയിട്ടുള്ള ഏതൊരു മൂമെന്റിൽ അങ്ങനെ ഒരു സംഭവം ഡിസൈഡ് ചെയ്തിട്ടാണ് പിന്നെ വേണ്ടെന്ന് വെച്ച് പോയത്. ഈ ബ്രേക്ക് എടുക്കാൻ ഇവിടെ കേട്ടിട്ടുണ്ട് കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ ആ അതൊരു റീസൺ ആയിരുന്നോ അങ്ങനത്തെ? അല്ല, അത് എക്സ്പീരിയൻസ് ഒക്കെ ഉറപ്പായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഞാനിപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന എല്ലാവരും പറയാം, പെൺകുട്ടികൾക്ക് എല്ലായിടത്തും ഉണ്ട്. അത് സിനിമയെന്നല്ല, സിനിമയിൽ ആകെ ഡിഫറൻസ് നമ്മളിപ്പോൾ അവിടെ പോയി താമസിക്കും, ഷൂട്ടിന് പോകുന്നു. സീരിയൽസിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയത്, സിനിമയ്ക്കാണെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിക്കും. ഇത് ചില ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം, ഇതെങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാം. ഇതൊക്കെ ഒരു അനുഭവം ഇല്ലാത്ത വരുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആ സമയത്ത് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് മൊമെൻറ്റിൽ തോന്നും, നമുക്ക് ഒരു മൊമെൻറ്റിൽ തോന്നും ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അത് നമ്മളോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇത് ഞാൻ റിയലൈസ് ചെയ്തു, ഇത് നമ്മുടെ തെറ്റല്ല. അത് ചോദിക്കുന്ന ആൾക്കാരുടെ അല്ലേ അവരുടെ പ്രശ്നമാണ്, നമ്മളത് വിഷമിച്ചിട്ട് ഒരു കാര്യം. പക്ഷെ അതൊക്കെ റിയലൈസ് ചെയ്ത് മെന്റലി കുറച്ചും കൂടി ഒന്ന് വികസിച്ച് വരാൻ എടുത്തു. അല്ല, അത് മാത്രം കൊണ്ടല്ല ബ്രേക്ക് എടുത്ത് ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് ലിഗ്മെന്റ് എയർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇമോഷണലി ഹെൽത്ത് വൈസ് പിന്നെ പ്രൊഫഷണൽ വൈസ് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം. അത് മെന്റലി ഇപ്പോൾ എൻ്റെ ഫാമിലിയാണല്ലോ, എൻ്റെ അമ്മയ്ക്ക് സപ്പോർട്ടീവ് വേണം. പക്ഷെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി അഭിനയിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് വരും, പക്ഷെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്തൊരു സിനിമയെ പറ്റി ചോദിച്ചാൽ ഈ സിനിമ ചെയ്യണോ ആ സിനിമ ചോദിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ വീട്ടിലൊരു സജഷൻ ചോദിക്കാൻ ഒരാളില്ല, അല്ലെങ്കിൽ ഒരു മെൻ്റൽ സപ്പോർട്ടുണ്ട്, പക്ഷെ അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെയൊക്കെ കുറേ റോങ് ആയിട്ടുള്ള റൈറ്റ് ചോയ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ബ്രേക്ക് എടുത്തത് ഒരു മണ്ടത്തരമായിരുന്നു ആക്ച്വലി. പറയുന്ന മലയാളത്തിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റും കാസ്റ്റിംഗ് കൗച്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ എല്ലാവരോടും ഇപ്പം എനിക്ക് എത്ര ഹീറോയിൻസ് ആയിട്ട് അറിയാം. പിന്നെ ഇനി അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും ഓപ്പൺ ആയിട്ട് പറയണം ഒരു നിർബന്ധമില്ല. കാരണം ആരുടെ വെച്ചാൽ അവർ പറയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ഈ ഇൻഡസ്ട്രി വളരെ നല്ലതാണെന്നൊക്കെ പറയും. അതാണ് മോഡ് ഓഫ് സർവേ, മനസ്സിലായോ? അതായത് അങ്ങനെ ആക്കി വെച്ച് പറയുന്ന ആൾക്കാർ സർവേയിൽ മുമ്പോട്ട് പോകും. നമുക്ക് സമയത്ത് നല്ല ആൾക്കാരുണ്ട്. ഞാൻ ചെയ്ത എല്ലാ സിനിമയിലെ ആൾക്കാരും മോശം ഒരിക്കലും പറയില്ല. അതിൽ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സൈഡ് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മുമ്പോട്ട് പോവുക, അതാണ് സർവേ. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന നടിമാരോട് ആസ് എൻ എക്സ്പീരിയൻസ്ഡ് ആക്ടർ ആൻഡ് ആർട്ടിസ്റ്റ് എന്തായിരിക്കും വൈകാൻ പറയുന്നത്? ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നാൽ അല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല. അല്ല, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. അത് എങ്ങനെയെങ്കിലും ഫേസ് എന്ന് വെച്ചാൽ ഇതിനങ്ങനെ റിപ്ലൈ പറയാന്നുള്ളതല്ല. അത് ടാക്കിൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ ഒരു എനർജി നമുക്ക് എവിടെയെങ്കിലും കിട്ടണം, അത് ഉണ്ടാവണം, എന്നാലും സർവേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് ഏജ് മുമ്പോട്ട് പോകും. അല്ല, ഫാക്റ്റാണ്. രണ്ടാമത്തെ കാര്യം ആ സമയത്ത് ഉണ്ടായിരുന്ന സ്റ്റാർട്ടിങ് തിരിച്ചു വരുമ്പോൾ വേണമെന്നില്ല, ആ ചോയ്സ് വേണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് മാറും. അന്ന് ഹീറോയിൻസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ചേച്ചിയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസൊക്കെ ആവും. അപ്പം നമുക്ക് അതിനനുസരിച്ച് മാറേണ്ടി വരും. പക്ഷെ സർവൈവ് ചെയ്യാനായിട്ട് പുറത്ത് പിടിച്ച് മുമ്പോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഇപ്പോഴല്ല, ഞാൻ 2015 ഷിഫ്റ്റ് ചെയ്തു. സിനിമ മൊയ്തീൻ ചെയ്യുന്ന അവസാന ഷെഡ്യൂളിലൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ വൈഗ മലയാളം ഇൻഡസ്ട്രിയിലും തമിഴ് ഇൻഡസ്ട്രിയിലും നല്ല നല്ല റോൾസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ഈ രണ്ട് ഇൻഡസ്ട്രി അപ്പോൾ ഈ രണ്ട് ഇൻഡസ്ട്രി കമ്പയർ ചെയ്യുമ്പോൾ നടിമാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി വ്യത്യാസമുണ്ട്. കാരണം എനിക്കൊന്ന് അവിടെ കുറച്ചുകൂടി റെസ്പെക്ട്ഫുള്ളാണ്. അത് അവരൊരു എനിക്കറിയില്ല എന്താ കാര്യം. ചിലപ്പോൾ അവിടുത്തെ ഒരു CM സ്ത്രീയായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്നെ ഇതുവരെ ആരും പേര് വിളിച്ച് വളരെ റെയറായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി അവർ മാഡം വിളിക്കുക അല്ലെങ്കിൽ പേര് വിളിക്കുന്നത് തെറ്റാണെന്നല്ല, പേര് വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കണ്ടോടനെ എടി കൂടി അങ്ങനത്തെ ബിഹേവിയറൊക്കെ നമുക്ക് മലയാളികൾക്ക് സൗഹൃദമായി കഴിഞ്ഞതിന് ശേഷം പറയുന്നത്
അല്ലാതെ പറയുന്നത് വ്യത്യാസം. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം കണ്ടത് എന്നെ നാളെ രാവിലെ വിളിച്ച് എടി നീ എവിടെ എടിയും ചോദിക്കുമ്പോൾ നമുക്ക് എന്ന് തോന്നില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പൊതുവേ പെണ്ണുങ്ങളെ ഒരു മര്യാദ ഇല്ലാത്ത പ്രശ്നം മലയാളികൾക്കുണ്ട്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്ക്. മലയാളികളാണ് ഏത് രാജ്യത്താണ്, അതായത് എവിടെയാണെങ്കിലും. ഇപ്പോൾ എന്തായാലും ഞാൻ ഇൻസിഡൻറ്റ് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ പോകുന്നതാണ്. നമ്മുടെ മലയാളികളുടെ ഒരു കമൻറ്റ് അയാൾക്ക് മലയാളം വായിക്കാറ് ഇല്ല. പക്ഷെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ അത് ഏത് രാജ്യത്തുള്ള ആളെയാണെങ്കിലും ചീത്ത പറയാം. ഫസ്റ്റ് അത് ഒരു വേർഡും കണ്ടുപിടിച്ചിട്ടുണ്ട്, പൊങ്കാല ഇടാറുണ്ട്. അതൊക്കെ ഒരു മര്യാദ ഇല്ലായ്മല്ലേ. സോ അതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ താഴെ 10 കമൻറ്റ് ആയി. പിന്നെ ഇതൊക്കെ മര്യാദ കൊടുക്കാൻ ഇവളാരും അവളാണ് തുണിയില്ലാതിരിക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ട്. ഇതായിരിക്കും ബേസിക് ആയിട്ടുള്ള സാധനം. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ വൈകി സംസാരിക്കുന്ന കേട്ടിരിക്കാൻ നല്ല രസമാണ്. വൈകി കാര്യങ്ങൾ വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരാളുമാണ്. ഇതിനടുത്ത് സംസാരിക്കുന്ന മാത്രമല്ല തുറന്ന് കാണിക്കുമ്പോഴുണ്ട്. ഇതൊക്കെ താഴെ വരുമ്പോൾ ശരിക്കും നമ്മൾ വായിക്കുന്ന സാധനങ്ങളാണ്. ആദ്യമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വിഷമം വരാതെ ഇപ്പൊ എനിക്ക് വായിക്കും അതെ എന്റെ ശരീരം ഞാൻ കാണിക്കും, നിനക്ക് എന്താ, അത്രേ ഉള്ളൂ ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രശ്നങ്ങൾ വന്ന അന്ന് വന്ന് ഇന്ന് വരെ എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് സംസാരിക്കുന്നതാണ്. കുറേയൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. പണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. പണ്ട് മറ്റേ ബ്രേക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ആലോചിക്കും. എന്നാലും ഇൻ്റർവ്യൂ കഴിഞ്ഞ് വൈകുന്നേരം കിടക്കും പാടും. എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു. ഇത്തിരി കൂടിപ്പോയല്ലോ, ദൈവമേ നാളെ പ്രശ്നമാകുമല്ലോ ഒക്കെ. പക്ഷേ ഇതാണ് ഞാൻ. ഇപ്പോൾ എന്നെ ആദ്യം കാണാൻ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി രാവിലെ വരുമ്പോൾ എനിക്കത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ ദൈവം ഞാൻ ഒരു ഭയങ്കര ചാടിയായിരിക്കും, എനിക്ക് ചെയ്യും, നമ്മളെങ്ങനെ സംസാരിക്കും എന്നുള്ളതിലാണ് ഇവർ. ഒന്നെങ്കിൽ എൻ്റെ ഫേസിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോസിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് മാറും. പക്ഷെ നമുക്ക് എല്ലാവരോടും പോയി സംസാരിച്ച് തിരുത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ഗ്ലാമർ ഡ്രസ്സ് ഇടുന്നു അങ്ങനെയുള്ളത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ ബോളിവുഡ് ഹീറോയിൻസ് ദീപിക പടുക്കോൺ എവിടെ വരെ പോയി, ഫിഫ വേൾഡ് കപ്പിൽ പോയതുപോലെ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ കോസ്റ്റ്യൂംസിലൊക്കെ എന്താ നമ്മളാർക്ക് അവരെ പോലും മെലിഞ്ഞിരിക്കണമെന്നില്ല. എനിക്ക് കംഫർട്ടബിൾ ഡ്രസ്സ് ഞാൻ ഇടും. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്താ ദാ ഇങ്ങനൊരു സ്വൈപ്പിൻ്റെ പ്രശ്നമില്ലുള്ളൂ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഞാൻ പറയുന്നത് ബെസ്റ്റ് ടിപ്പ്, ഒരു സെക്കൻഡ് ഒരു സ്വൈപ്പ്, അതോടെ ആ സംഭവം പോകും. പക്ഷെ ഇത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ അകത്ത് പോയി കമന്റ് അടിച്ച് അത് കണ്ടിട്ട് സന്തോഷിച്ച് സ്വൈക്കും. ശരിയല്ലേ? സത്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തുടങ്ങിയതിലാണെന്ന് ചെയ്യാനില്ല. ബ്ലോഗ് അതിനകത്ത് താല്പര്യം ഈ വൈകിട്ട് മൂവി ഇൻഡസ്ട്രിയിൽ സൗഹൃദങ്ങളുണ്ടോ? എങ്ങനെയാണ് സുഹൃത്തുബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളാണോ? സുഹൃത്തുബന്ധങ്ങൾ ഉണ്ടാക്കുന്ന സിനിമയിൽ എനിക്ക് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ പൊന്നിങ്ങനെ ഇൻ്റർവ്യൂ. പക്ഷെ ഞങ്ങൾ നല്ല എനിക്ക് അതൊരു വൈബുണ്ട്. അതൊരിക്കലും ഒരു പ്രൊഫഷണൽ മാത്രമല്ല. സംസാരിക്കുന്നത് അറിയാം, അത് പേഴ്സണലാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന പുള്ളിക്കാരിയെ വിളിക്കാതിരിക്കാം. പക്ഷെ വിളിക്കാനുള്ള എനിക്ക് തോന്നുന്ന സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഇപ്പോൾ സാധികമായിട്ട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. നോബിച്ചേട്ടനെ എനിക്ക് വിളിക്കുന്നത്. അങ്ങനെ വളരെ ചെറിയൊരു സർക്കിളെ ഇൻഡസ്ട്രിയിലുള്ളൂ. ഫ്രണ്ട്സ് പുറത്താണ് കൂടുതൽ. പിന്നെ ഈ സാധികമായിട്ടുള്ള ഈ സാധികമായിട്ട് പറഞ്ഞ സാധികമായിരിക്കുന്ന വളരെ നല്ല സൗഹൃദമാണ്. അതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കമന്റ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ എങ്ങനെയാണ് അതിനെ? അങ്ങനത്തെ കമന്റ്സ് വരുമ്പോൾ ഇപ്പോൾ ഒരാളിനോടാണെന്നല്ല ഫീൽ ചെയ്യുന്നു, പെണ്ണിനോടാകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ അത് കണ്ടിട്ട് കുറച്ച് പെണ്ണ് ഫാൻസ് കൂടിയിട്ടുണ്ട്. അതാണെന്ന് വിചാരിച്ചിട്ടാവും. പക്ഷെ ശരി, നമുക്ക് ഒരു ബേസിക് കോമൺ സെൻസ് ഉണ്ട്. നമുക്ക് വീട്ടിൽ സഹോദരൻ, എനിക്കൊരു ചേച്ചി, എല്ലാവരും നമ്മളിപ്പോൾ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഇടുന്നു അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുക്കുന്നു എന്നുകൊണ്ട് അങ്ങനത്തെ ബന്ധമാവണമെന്നില്ല. അത്രേ ഉള്ളൂ മറുപടി വരും. അത് എൻ്റെ ആൾക്കാർ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു കേസ്. ക്ലിയർലി നോട്ടഡ്. ഞാൻ ചിലപ്പോൾ അവളുടെ അടുത്ത് പറയും ഞാൻ എന്തുകൊണ്ടാണ് സിംഗിളായിട്ട് നടക്കുന്നതെന്ന് തോന്നുന്നു. ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് എന്നെ ആര് പ്രപ്പോസ് ചെയ്യാൻ വരുന്നില്ല. ഇത് ഞാൻ തന്നെ ഇട്ട് കൊടുത്തതാണ്. സിംഗിളാണ്, റെഡി ടു മിങ്കിൾ ആക്ച്വലി അല്ല. അതാണ് പ്രശ്നം. എനിക്ക് കുറേ എന്താ പറയുക പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇനി ഇങ്ങനെ ആവോ ഇങ്ങനെ ആവോ ടെൻഷനും പേടിയിട്ടുണ്ട്. പേടിയാണ് കൂടുതൽ. ഒരാൾ വന്ന് എന്നെ
ഹേർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് റിലേഷൻഷിപ്പ് എന്ന് വരുമ്പോൾ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ പ്രേമം എന്നൊക്കെ പറയുമ്പോൾ ആണെന്ന് ചിരിക്കും, ഞാൻ ഒറ്റയായിരിക്കും അവിടെ വേണ്ടാണല്ലോ. പക്ഷെ ഭയങ്കര പ്രശ്നമാണ് കല്യാണം കഴിക്കാൻ. പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം അതാണ്. ഞാൻ മാട്രിമോണിയിലുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല, ഞാൻ നോക്കുകയില്ല. പ്രഷറിന്റെ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ ഇപ്പൊ കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് ധാരാളം ആരാധകർ കാണുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ അവർക്ക് അറിയണം താല്പര്യം ഉണ്ടാവും, എന്താണ് വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് ഓഫ് എ ഫ്യൂച്ചർ പാർട്ട്ണർ? നല്ല റെസ്പെക്ട് തരുന്ന ആളായിരിക്കും. ജോലി എനിക്കിപ്പോൾ അറിയില്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ചെയ്യുമോ ഇല്ലയോ എന്നും പറയാൻ പറ്റില്ല, അത് സാഹചര്യം അനുസരിച്ച്. ഇപ്പോൾ കല്യാണം കഴിച്ച് പ്രഗ്നൻ്റായി അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ അത്. ബട്ട് പിന്നെ രണ്ടാമെന്നുള്ളത് എൻ്റെ അമ്മേനെ കൊണ്ടുവരുന്നത്, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനാളെ കിട്ടാനില്ല. അതിപ്പോൾ ആൾക്കാർ അവനവൻ്റെ അമ്മയെ തന്നെ പൊന്നുപോലെ നോക്കുന്നില്ല, പിന്നെയാണ് ഭാര്യയുടെ അമ്മേനെ. അമ്മയെ പൊന്നുപോലെ നോക്കണം, റെസ്പെക്ട് തരണം. ഈ രണ്ട് കണ്ടീഷൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇത്തിരി കാശൊക്കെ വേണം കൊണ്ടുപോകാൻ അല്ല. ഇത് നമ്മൾ പറയും ഓവളുമാരൊക്കെ കാശ് കൊടുക്കുക അല്ല. ഇപ്പൊ ബേസിക് ആയിട്ട് ജീവിക്കാൻ നമുക്ക് കാശ് ഉണ്ടായാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചുണ്ടായാലും അത് LKG വിടാൻ തന്നെ ഭയങ്കര, പിന്നെ അങ്ങോട്ട് നോക്കണ്ട. ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്സ് ഒക്കെ നടത്താൻ പറ്റുന്ന ആളാണ്. പിന്നെ എന്നെക്കാൾ കുറച്ച് പൊക്കം വേണം, അത്രേ ഉള്ളൂ. ഇപ്പൊ മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഒരു സക്സസ് ഒന്നും ഇല്ലാതാണോ? അത് നോക്കാനായിട്ട് ഇരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഇതിൽ വേറൊരു കോമഡി കേട്ടോ, മാട്രിമോണിൽ പോയിട്ട് ആൾക്കാർ എനിക്ക് അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഇന്ന വശമല്ല. ഞാൻ അവിടെ തന്നെ രക്ഷപ്പെട്ടിരിക്കുക. അപ്പോഴാണ് ഇപ്പുറത്ത് മാട്രിമോണിൽ ഫോട്ടോ കണ്ടല്ലോ, താല്പര്യമുണ്ടോ സംസാരിക്കാറൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറയും നോക്കാന്നൊക്കെ. പിന്നെ ഞാൻ മറക്കും, മനഃപൂർവ്വം മറക്കുന്നില്ല.